ഇങ്ങ് വാ. അവൻ ഇച്ചിരി കടുപ്പത്തിൽ വിളിച്ചതും അവൾ മടിച്ചു മടിച്ച് അവന്റെ മുന്നിലായി പോയി നിന്നു. അപ്പോഴും മാറിനു കുറുകെയുള്ള കൈ അയക്കാൻ ജാനി തയ്യാറായില്ല. ഇങ്ങ് അടുത്തേക്ക് നീങ്ങി നിൽക്ക്. ആദ്യം അവളുടെ കയ്യിൽ പിടിച്ച് മുന്നിലേക്കായി അടുപ്പിച്ചു നിർത്തി. അവൻ നല്ല ഭംഗിയിൽ തന്നെ സാരി ഉടുപ്പിച്ച് കൊടുക്കാൻ തുടങ്ങി. ഞൊറിയെടുക്കാനായി ആദ്യം എഴുന്നേറ്റ് അവളുടെ പുറകിലായി വന്നു നിന്നു. അവൻ അവളുടെ തോളിൽ താടി ഊന്നിയതും ജാനിയൊന്ന് ഞെട്ടി. അവനെ നോക്കാനായി മുഖം ചരിച്ചപ്പോൾ ആദിയുടെ കവളിൽ അവളുടെ മൂക്കുരസി. അവളിൽ ആകെയൊരു വിറയൽ കടന്നുപോയി. ശ്വാസം എടുക്കാനാവാതെ അതേ നിൽപ്പ് നിന്നു പോയവൾ. ആദിക്കും ആ സമയം എന്തു ചെയ്യണമെന്ന് തിരിയുന്നുണ്ടായിരുന്നില്ല. അവളെ ആ കോലത്തിൽ കണ്ടപ്പോൾ മുതൽ നെഞ്ചു കിടന്ന് ഹൈസ്പീഡിൽ ഇടിക്കാൻ തുടങ്ങിയതാണ്. അവളുടെ മുഖം അത്രയും അടുത്തെറിഞ്ഞതും അവനിലൊരു തരിപ്പ് നിറഞ്ഞു. അവളുടെ നിശ്വാസങ്ങൾ ഇപ്പോഴും മുഖത്ത് പതിക്കുന്നുണ്ട്. ഇനിയും അങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായതും അവൻ വേഗം ഞൊറിയെടുക്കാൻ തുടങ്ങി. ജാൻവി, ഈ പ്ലീറ്റ്സ് എടുത്ത് വയറിൻ്റെ അവിടെ കുത്തിക്കേ. അവൾ വേഗം അത് വാങ്ങി കുത്തി. അവൻ പുറകിൽ നിന്ന് മാറിയപ്പോഴാണ് അവൾ നേരെ ചൊവ്വെ ശ്വാസം എടുത്തത് തന്നെ. ആദ്യം അവളെ സാരി ഉടുപ്പിച്ചതിന് ശേഷം കണ്ണാടിയുടെ മുന്നിലായി കൊണ്ടുചെന്ന് നിർത്തി. ജാനിയുടെ കണ്ണുകൾ വിടർന്നു. വളരെ ഭംഗിയായി തന്നെ ആദി ഉടുപ്പിച്ചിരുന്നു. വാ, ഒരു സെൽഫി എടുക്കാലോ. അവൻ അവളെ തോളിലൂടെ കൈയിട്ട് അടുപ്പിച്ചു നിർത്തിയതും ജാൻ ഞെട്ടലോടെ ആദിയെ നോക്കി. ആ സമയത്ത് തന്നെ ആദ്യ ക്ലിക്ക് ചെയ്തിരുന്നു. പെർഫെക്റ്റ്. അവൻ ആ ഫോട്ടോ അവളെ കാണിച്ചു കൊടുത്തു. ഇഷ്ടമായോ? ജാനി നാണത്തോടെ തലകുനിച്ചു. അമ്പലത്തിലെത്തിയതും നട തുറക്കുന്ന സമയമായിരുന്നു. അതിനാൽ തന്നെ കുറച്ചേറെ തിരക്കുണ്ട്. ജാനിക്ക് സാരിയെടുത്ത അധികം ശീലമില്ലാത്തതിനാൽ ആദിയുടെ കൈപിടിച്ച് മെല്ലെയാണ് നടന്നത്. അവനും ധൃതി കൂട്ടാതെ നടന്നു. തിക്കിലും തിരക്കിലും അവൾ വേച്ചു പോയപ്പോൾ ആദി അവളെ കൂടുതൽ ചേർത്ത് നിർത്തി. തൊഴുതിറങ്ങിയപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. അവൾ ചന്ദനമെടുത്ത് നെറ്റിയിൽ തൊട്ടതിനു ശേഷം ആദിയെ നോക്കി. അവൾ ഉടുത്തിരുന്ന സാരിക്ക് ചേർന്ന കറുപ്പ് ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് വേഷം. ചന്ദനം തൊടുന്നില്ലേ? അവന്റെ ഒഴിഞ്ഞ നെറ്റി കണ്ടതും ജാനി കയ്യിലിരുന്ന ചന്ദനം അവന് നേരെ നീട്ടി. അത് വാങ്ങിക്കാതെ ആദി അവൾക്ക് നേരെ മുഖം കുനിച്ചു കൊടുത്തതും ജാനിയിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു. അവൾ വേഗം കുറച്ച് ചന്ദനമെടുത്ത് അവന്റെ നെറ്റിയിലായി തൊട്ടുകൊടുത്തു. പോകാം. ആദി കൈനീട്ടിയതും അവൾ ആ കൈ പിടിച്ച് മറുകൈയാൽ സാരി ചെറുതായി ഉയർത്തി പടികൾ ഓരോന്നായി ഇറങ്ങി. കാറിനരികെ എത്തിയപ്പോഴാണ് അവൾ അവന്റെ കൈ വിട്ടത്. എന്തെങ്കിലും വാങ്ങിക്കണോ? ടൗൺ ഏരിയയിൽ എത്തിയതും ആദി അവളെ നോക്കി. അവന്റെ ചോദ്യം കേട്ട ജാനിയുടെ കണ്ണുകളൊന്ന് തിളങ്ങി. വേണം. ജാനി പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾക്കിച്ചിരി ആവേശം കൂടിപ്പോയോ എന്ന് തോന്നിയത്. എന്താ വേണ്ടേ? ആദി അവളെ നോക്കി പുരികമുയർത്തി. ഐസ്ക്രീം. അവൾ മുഖത്ത് നിറഞ്ഞ സന്തോഷത്തോടെയാണ് അവനോട് പറഞ്ഞത്. ഈ രാത്രിയിലോ? ആദിയുടെ ചോദ്യം കേട്ടതും അവളുടെ മുഖം മങ്ങി. ഇനി ഐസ്ക്രീം കിട്ടാണ്ട് കരയാൻ നിൽക്കണ്ട. ഏത് ഫ്ലേവറാണ് വേണ്ടേ? സ്ട്രോബെറി. ആദ്യം ഒരു കടയുടെ അരികിലായി വണ്ടി പാർക്ക് ചെയ്തു. ഞാൻ പോയി വാങ്ങിയിട്ട് വരാം, ഇവിടെ ഇരുന്നു. ആദ്യ കടയിലേക്ക് പോയതും ജാനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. പേഴ്സ് തുറന്ന് ഫോൺ എടുത്ത് ആരാണെന്ന് നോക്കിയതും ജാനിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. മുത്തു. സുഖമാണോ മോളെ? സുഖമാ മുത്തു. നീ എന്താ പുറത്താണോ? വണ്ടിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ആ മുത്തു, ഞാനും ദത്തെട്ടനും കൂടി അമ്പലത്തിൽ വന്നതാ. എന്നിട്ട് തൊഴുതോ മോളെ? തൊഴുതു മുത്തു. തിരിച്ചു പോകുന്ന വഴിയാ. ദത്തേട്ടൻ ഒരു കടയിൽ കയറിയിട്ടാ ഉള്ളേ. സുഭദ്രയോട് പറയുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകൾ ആദിയെ തിരഞ്ഞു. കടക്കാരന് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജാനൂട്ടി, നിനക്ക് ആ വീട്ടിൽ സുഖം തന്നെയല്ലേ മോളെ? സുഭദ്രയുടെ ആ ചോദ്യത്തിൽ അവളോടുള്ള എല്ലാ അവലാദികളും നിറഞ്ഞിരുന്നു. എനിക്കൊരു കുഴപ്പവുമില്ല മുത്തു. അവിടെ എല്ലാവർക്കും എന്നെ വലിയ കാര്യമാ. ഇനി അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ ശരി മോളെ, ഞാൻ വെക്കുവാ. വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. ആ മുത്തു, ഗുഡ് നൈറ്റ്. അവൾ കോൾ കട്ട് ചെയ്തപ്പോഴേക്കും ആദി കാറിലേക്ക് കയറിയിരുന്നു. അവൻ കയ്യിലിരുന്ന കവർ അവൾക്ക് കൊടുത്തു. അത് കയ്യിൽ കിട്ടിയ പാടെ അവൾ അതിലേക്ക് തലയിട്ട് നോക്കി. സ്ട്രോബെറിയുടെ ഒരു വലിയ ഫാമിലി പാക്ക് ഐസ്ക്രീമാണ് വാങ്ങിയത്. കൂടാതെ ഡയറി മിൽക്കുമുണ്ട്. അവളത് വേഗം കൈക്കലാക്കി. ജാനി ആ ചോക്ലേറ്റ് പൊട്ടിച്ച് വായിലേക്ക് വെച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. ഇത്ര നേരമായിട്ടും വണ്ടി പോകാൻ തുടങ്ങിയില്ല എന്ന് തോന്നിയപ്പോഴാണ് അവൾ ആദിയെ നോക്കുന്നത് തന്നെ. അവളെ തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരിക്കുകയാണ്. ജാനി അപ്പോൾ തന്നെ അവനെ നോക്കി ഇളിച്ചു കാട്ടി. വേണോ? അവൾ കയ്യിലിരുന്ന ഡയറി മിൽക്ക് അവന് നേരെ നീട്ടി.
അവൻ വേണ്ട എന്ന രീതിയിൽ തല കുലുക്കിയിട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ജാനിയുടെ മനസ്സിൽ അപ്പോഴും ഐസ്ക്രീം എങ്ങനെ അകത്താക്കാമെന്ന ചിന്ത മാത്രമായിരുന്നു. തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും 9 മണിയാകാനായിരുന്നു. അകത്തേക്ക് കയറിയപ്പോഴേ ഐസ്ക്രീമും കൊണ്ട് അടുക്കളയിലേക്ക് ഓടുന്നവളെ അവൻ തിരിച്ചു വിളിച്ചു. എന്താ ദത്തേട്ടാ? അവൾ സംശയത്താൽ മുഖം ചുളിച്ചു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു മതി ഇതൊക്കെ കഴിക്കുന്നത്. അത് കേട്ടതും ജാനിയുടെ മുഖം കൂർത്തു. എനിക്ക് വിശക്കുന്നില്ലാഞ്ഞിട്ടാ. അവൾ മുഖത്ത് കുറച്ച് ദയനീയതയൊക്കെ വാരി വിതറി. എന്നാ ഐസ്ക്രീമും നാളെ കഴിച്ചാൽ മതി. അല്ല, എനിക്ക് വിശക്കുന്നുണ്ട്. അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞതും അവൾ വേഗം അടവ് മാറ്റി. ഇല്ലയിൽ ഐസ്ക്രീം കിട്ടിയില്ലെങ്കിലോ? ആദ്യം അത് വാങ്ങി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചതും ജാനിയുടെ മുഖം ചുളിഞ്ഞു. വാ, റൂമിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഫുഡ് കഴിക്കാം. അവർ സ്റ്റെപ്പ് കയറാൻ നോക്കിയതും മീനു റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. നിങ്ങൾ വന്നോ? ഞാൻ കുളിക്കുമായിരുന്നു. അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നമ്മേ, അതാ ഇത്ര വൈകിയത്. ഞങ്ങൾ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം, ആകെ മുഷിഞ്ഞു. നിങ്ങളെന്നാ പോയിട്ട് വാ, ഞാൻ അപ്പോഴേക്ക് ഫുഡൊക്കെ എടുത്തു വെക്കാം. ആദി ജാനിയേയും കൂട്ടി റൂമിലേക്ക് പോയി. അവൾ ഡ്രസ്സ് മാറാനായി വാഷ്റൂമിലേക്ക് കയറിയതും ആദി റൂമിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്തു. ജാനി ഇറങ്ങുമ്പോൾ അവൻ ഫോണും നോക്കിയിരിക്കുകയാണ്. കല്യാണത്തിന്റെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കേട്ടതും ജാനി ഓടിച്ചെന്ന് അവനരികിൽ പോയി നിന്ന് ഫോണിലേക്ക് എത്തി നോക്കി. അവൻ വേഗം ഫോണ് മറച്ചു പിടിച്ചു. ഇപ്പോഴല്ല, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് സാവധാനം നോക്കാം. അത് കേട്ടതും വേറെ വഴിയില്ലാതെ അവൾ സമ്മതിച്ചു. താഴെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് അടുക്കളയിൽ മീനുവിനെ എല്ലാം ഒരുക്കി വെക്കാൻ കൂടി. തിരികെ റൂമിലേക്ക് പോകുന്ന വഴി ഒരു ബൗളിൽ ഐസ്ക്രീമും എടുത്തിട്ടുണ്ടായിരുന്നു. വാ, ആ ബാൽക്കണിയിൽ പോയിരുന്നു നോക്കാം. ആദ്യ ജാനിയേയും കൂട്ടി ബാൽക്കണിയിലെ സ്വിങ്ങിൽ പോയിരുന്നു. ജാനി അവനിൽ നിന്നും കുറച്ച് അകലത്തിലാണ് ഇരിക്കുന്നത്. എന്തോ അവന്റെ അടുത്തിരിക്കാൻ അപ്പോഴും അവൾക്ക് നാണമോ ചമ്മലോ ഒക്കെയാണ്. ആദ്യം നോക്കുമ്പോൾ ജാനി ഒരു കൈയകലത്തിൽ ഇരിക്കുകയാണ്. അവൻ ഫോൺ സൈഡിലേക്ക് വെച്ചിട്ട് നെഞ്ചിലേക്ക് കൈ പിണച്ചു കെട്ടി സ്വിങ്ങിലേക്ക് ചാരിയിരുന്ന് അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ നോട്ടം കണ്ടതും അവളൊന്ന് പതറി. ഫോട്ടോ കാണിക്കാനാണെന്ന് പറഞ്ഞിട്ട് ദത്തേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഷോ, ആ നോട്ടം കാണുമ്പോൾ തന്നെ എന്തോ പോലെയാവുന്നു. ഇനി എന്നെ വഴക്ക് പറയാൻ വല്ലതുമാണോ ഇങ്ങനെ നോക്കുന്നേ? അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചോദിച്ചു നോക്കാം. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അവളൊന്ന് വിക്കിപ്പോയി. ഇപ്പോഴും അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ദത്തേട്ടാ, ജാനി വീണ്ടും അവനെ വിളിച്ചു. ഐം നോട്ട് ഗോണ ഈറ്റ് യു ജാൻവി. എന്താ? അവൾ സംശയത്താൽ മുഖം ചൊളിച്ചു. അവൾക്ക് ആദ്യം പറഞ്ഞതൊന്നും മനസ്സിലായില്ല. എൻ്റെ പൊന്നു കുഞ്ഞെ, നീ എന്തിനാ ഇത്ര ദൂരെ ഇരിക്കുന്നേ? നിനക്ക് ഇപ്പോഴും എന്നോടുള്ള പേടി മാറിയില്ലേ? ജാനിക്ക് അവനോട് പറയാൻ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ആദിയുടെ ആ ചോദ്യം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെ അകന്നിരുന്നാൽ ഞാൻ ഫോണിൽ കാണിക്കുന്നത് എന്തെങ്കിലും നിനക്ക് കാണാൻ പറ്റുമോ? ജാനി ചുമൽ കൂച്ചി. ഇങ്ങോട്ട് നീങ്ങിയിരിക്കെ. അവൾ ആദിയുടെ അടുത്തേക്ക് ഇച്ചിരി നീങ്ങിയിരുന്നു. കുറച്ചുകൂടി. ജാനി പിന്നെയും നീങ്ങി. ഇനിയും സ്ഥലമുണ്ട്. ഇപ്പോൾ അവൾ ആദിയോട് പറ്റിയാണ് ഇരിക്കുന്നത്. അവന്റെ കൈയും കാലുമെല്ലാം ജാനിയുടെ ദേഹത്ത് ഉരസുന്നുണ്ട്. ആ ഉരസലിൽ അവളുടെ രോമകൂപങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു. അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു കള്ളച്ചിരി തെളിഞ്ഞു കാണാം. അവളുടെ ചുണ്ടുകൾ കൂർത്തു. ആദ്യ ഇടം കണ്ണാലെ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ആ ഐസ്ക്രീം എടുത്ത് കഴിക്ക്. ഇനിയും വെച്ചോണ്ടിരുന്നാൽ കുടിക്കേണ്ടി വരും.